അസ്സലാമലൈക്കും. ഇതെല്ലാം സുഖല്ലേ? തുടങ്ങിയല്ലോ പരീക്ഷണം. ഇന്നത്തെ പരീക്ഷണം എന്താ വെച്ചാല് ഗ്രേപ്പ് ബബിൾ ജ്യൂസ്. അതായത് 2024 ഞാൻ ഈ സംഭവം പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് വയ്യോരത്തൊക്കെ ഞാൻ കണ്ടിട്ട് അപ്പൊ ചെയ്യും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വെച്ചാൽ ഞാൻ കോഴിക്കോട് പഠിക്കുന്ന ടൈമിൽ രാവിലെ ഞാൻ വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെ പോകണോണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് എനിക്ക് കോഴിക്കോട് നല്ല വിശപ്പായിരിക്കും. പുറത്തിന് ബസ്സിൽ ട്രാവലിംഗ് കൂടി ആയതുകൊണ്ട് ഭയങ്കര വിശപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ അവിടെ എന്നും കഴിക്കാറ് പപ്സ് ലെയിം അങ്ങനെ എന്തായിരിക്കും. അങ്ങനെ ഇരിക്കുകയാണ് ചെറിയൊരു കടയിൽ ഗ്രേപ്പ് ബബിൾ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് നല്ല 20 രൂപയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പൈസ ലാഭം അതാണല്ലോ മുഖ്യം. അങ്ങനെ ഞാൻ ഒരട്ടം വെറുതെ ഞാനൊന്ന് വാങ്ങി കുടിച്ചു നോക്കിയതാ. അതിന് ശേഷം ഞാൻ എന്താ പറയുക, അതിന്റെ ശേഷം ഞാൻ നല്ലൊരു അതിന്റെ ഒരു ഫാൻ അതിന്റെ അഡിക്റ്റ് ആയി മാറി എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഞാൻ സ്ഥിരം കുടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ ഷോപ്പ് പൂട്ടി. എന്തോ വികസനത്തിന്റെ ഭാഗമായിട്ട് ഷോപ്പ് പൂട്ടിയതാണ്. പക്ഷെ എനിക്കെന്തോ ഭയങ്കര വിഷമായി. അപ്പൊ ആ വിഷമം തീർക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇന്ന് ഉണ്ടാക്കി വെക്കാലോ. വായോ, എന്താവെന്ന് അറിയില്ല. ജ്യൂസ് ഉണ്ടാക്കാൻ ആദ്യം കുറച്ച് മുന്തിരി എടുക്കുക, എന്നിട്ട് നല്ലോണം ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകിയെടുക്കുക, അതിലെ വിഷാംശങ്ങളൊക്കെ ഒന്ന് കളയുക. എന്നിട്ട് നല്ലൊരു ചായപാത്രം അല്ലെങ്കിൽ അടിക്കട്ടിലുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലിട്ട് മുന്തിരി ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, നമുക്ക് എത്രത്തോളം മധുരം അനുസരിച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് തള വന്നാൽ മതി കേട്ടോ. എന്നിട്ട് അരിപ്പയിലോട്ട് ഊറ്റിയെടുക്കുക കേട്ടോ. ഗൈസ്, പണിപാളി. ഞാൻ വിചാരിച്ച പോലെ അല്ല, ഇത് ജ്യൂസ് മുന്തിരി അല്ലായിരുന്നു, നമ്മൾ കഴിക്കുന്ന മുന്തിരി ആയിരുന്നു. പൾപ്പ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേവിച്ചു. ഒക്കെ വെന്ത് ഒടിഞ്ഞു ഗൈസ്, പൾപ്പായിരിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും മുന്തിരി എടുക്കുന്നു, കഴുകുന്നു, എന്നിട്ട് പിന്നെയും ട്രൈ ചെയ്യുന്നു. അങ്ങനെ ഒന്നും ഞാൻ തളരൂല രാമൻകുട്ടിയും പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ട്രൈ ചെയ്തു. ആദ്യം ഞാൻ പൾപ്പ് വേറെ ആക്കിക്കാണ്ട് തൊലി ഞാൻ വേവിച്ചെടുക്കുക ചെയ്തിട്ട് കുറച്ച് പഞ്ചസാരൊക്കെ ഇട്ടിട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുത്ത് നല്ലോണം പിന്നെ അരിച്ചെടുക്കുക. എന്നിട്ട് എന്താക്കി, ജ്യൂസ് എത്ര കപ്പ് ജ്യൂസ് കിട്ടിയോ അതേ അളവിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ പൾപ്പ് ഇട്ടിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുക, എന്നിട്ട് കുടിക്കുക. അങ്ങനെ അത് നമ്മുടെ പരീക്ഷണം ഇവിടെ വിജയത്തിലോട്ട് അടുത്തിരിക്കുന്നു. നമ്മൾ കുടിച്ചു നോക്ക്, വിജയിച്ചിട്ടില്ലേ നമുക്ക് അപ്പം അറിയാം. ഓ, അടിപൊളിയായിട്ടൊന്നുമില്ല. ഞാൻ അവിടുന്ന് കുടിച്ച ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും എന്നാലും ഏകദേശം അതിന്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.